നെ ചൊല്ലിയൊരു വിവാദം എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ 2 ദിവസത്തേക്ക് അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അസ്സലാമലൈക്കും വറഹമത്തുള്ള. നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടെയുള്ള നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഭരണഘടന ഒരു സ്ഥാപനം പ്രൈവറ്റ് സ്ഥാപനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ നിയമങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള അവകാശമുണ്ട്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എതിരാവരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇസ്ലാമികമായിട്ട് ഇസ്ലാമിനെതിരാവരുതെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ നമുക്ക് കഴിയില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ആദ്യം ആലോചിച്ചിട്ട് വേണം, പ്രത്യേകിച്ച് പബ്ലിക്കിനോട് ഉള്ള പ്രതികരണം നടത്തുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ തീരുമാനം പറയാൻ. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഫസ്റ്റ് പ്രതികരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ആ രീതിയിൽ. പിന്നെ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുതലെടുപ്പിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ, അത് നമ്മുടെ വിഷയമല്ല. ഇവിടെ മതപരമായിട്ട് നമുക്കൊരു നിലക്കും ഇസ്ലാമികപരമായിട്ട് ഹറാമായിട്ടുള്ള കാര്യമാണ് തട്ടമിടാതെ ഒരു സ്ത്രീ അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് പോകുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളൊരു മുസ്ലിമായി ജീവിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. അതിനനുസരിച്ചുള്ള സ്കൂൾ നമ്മൾ പ്രിഫർ ചെയ്യണം. സ്വാഭാവികമായിട്ടും അതാണ് ചെയ്യേണ്ടത് ഇവിടെ. അല്ലാതെ അവരെന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ട് അവരുടെ പുറകെ വാലാട്ടി പോകുന്ന ഒരു രീതിയല്ല നമ്മൾ സമീപനമല്ല സ്വീകരിക്കേണ്ടത്. മുസ്ലിം മാനേജ്മെൻറ്റുകൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അതായത് നമ്മുടെ നിയമം അനുസരിച്ച് നമുക്ക് തട്ടം ധരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള കഴിയുന്ന ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റുകൾ എന്ത് ചെയ്യും, നമ്മുടെ രീതിയിലേക്കും കൂടി വരാനുള്ള സാധ്യത കൂടി അവിടെ ഉണ്ട്. അവർ പറയുന്നതൊക്കെ കേട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അതങ്ങനെ തുടർന്ന് പോകുകയേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല, നമ്മൾ ഈ തട്ടം പോലും ഒരു ബുദ്ധിമുട്ട്, യൂണിഫോം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കളറും അതിൻ്റെ പറയപ്പെട്ട കാര്യങ്ങളും തുണികളൊക്കെ അവർ പറഞ്ഞ് നിർദ്ദേശിച്ച യൂണിഫോം തന്നെ ആയിരിക്കും. എക്സ്ട്രാ ഒരു തട്ടം ഇടുന്നുണ്ട്, ഇന്ന് ഒരുപാട് സ്കൂളുകൾ നടക്കുന്നുണ്ട്. എക്സ്ട്രാ ഒരു തട്ടം ഇടുന്നുണ്ട് എന്ന് മാത്രമുള്ള വിഷയത്തിൽ പ്രത്യേകമായിട്ട് അതൊരു യൂണിഫോമിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുന്ന ചില ആൾക്കാർ, അവരുടെ ചിന്ത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. കാരണം ഒരു ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ചിഹ്നം പോലും അവരുടെ മനസ്സിൽ എത്രത്തോളം വെറുപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അതുപോലൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ആ രീതിയിലുള്ള സാധ്യതകളുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ മക്കളെ അയക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ വിട്ടു കഴിഞ്ഞാൽ ഈ ഒരു ഹിജാബിൻ്റെ വിഷയം മാത്രമല്ല, മറ്റു പല ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങളും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ആ മൈൻഡ് ആയിരിക്കും ഉണ്ടാവുക, അവരുടെ ചിന്താഗതി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരാളാണ് ഈ അധ്യാപകൻ എന്നുള്ളത്. ആ അധ്യാപകൻ ആ രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മക്കളിലേക്ക് കൈമാറി കഴിഞ്ഞാൽ വരുന്ന തലമുറ, നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവർക്ക് ഇസ്ലാമിക വിശ്വാസത്തിനോട് പോലും പല നിയമങ്ങളും വെറുപ്പുണ്ടാകുന്ന രീതിയിലാണ് അവർ സംസാരിക്കുക. അതിൻ്റെ നെഗറ്റീവായ രീതിയിൽ അവർ അവതരിപ്പിക്കുള്ളൂ. സ്വാഭാവികമാണത്. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ചെറിയ കുഞ്ഞു മക്കളാണ്, അവർക്കത് ഒരു പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ഡീപ്പായിട്ടുള്ള അറിവുണ്ടാവില്ല, ഇസ്ലാമികപരമായിട്ടുള്ള വലിയ ജ്ഞാനം അതിനെപ്പറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ സ്വാഭാവികമായിട്ടും അജണ്ട വെച്ചുകൊണ്ട് ചില ടീമുകൾ ഈ സമീപ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മളെ മക്കളെ ആ രീതിയിലുള്ള സ്കൂളിലേക്ക് പറഞ്ഞയക്കരുത്. ദയവ് ചെയ്ത് നമ്മുടെ മക്കളുടെ കാര്യമാണ്. മുസ്ലിം സമുദായം ആ വിഷയത്തിൽ വളരെ ജാഗരൂകരായിട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.